നമസ്കാരം. 9ാം ക്ലാസ്സിലെ കേരള വടാവലിയിലേക്ക് സ്വാഗതം. കേരള വടാവലിയിലെ 3ാമത്തെ യൂണിറ്റായ നീ കുതുകമോട് ആലപിച്ചാലും അതിലെ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. പ്രൊഫസർ എം.എൻ. വിജയനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തിൽ നിന്നുമാണ് ഇതെടുത്തിട്ടുള്ളത്. അധ്യാപകൻ, നിരൂപകൻ, പ്രഭാഷകൻ എന്ന നിലയിൽ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നൊരു വ്യക്തിത്വമായിരുന്നു എം.എൻ. വിജയൻ. അദ്ദേഹത്തിന് വൈലോപ്പിള്ളി, കേസരി എ. ബാലകൃഷ്ണപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചിതയിലെ വെളിച്ചം, മരുഭൂമികൾ പൂക്കുമ്പോൾ, കവിതയും മനഃശാസ്ത്രവും, ശീർഷാസനം, എം.എൻ. വിജയൻ സമ്പൂർണ്ണ കൃതികൾ എന്നിവ ഉൾപ്പെടുന്ന 30-ലേറെ കൃതികളാണ് അദ്ദേഹം എഴുതിയത്. അതിൽ അദ്ദേഹത്തിൻ്റെ എം.എൻ. വിജയൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക്. നമ്മുടെ സമൂഹം ഇന്ന് ആർഭാടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത്. ആ ആർഭാടകരമായിട്ടുള്ള ജീവിതം നമ്മെ ഏതെല്ലാം വിനാശകരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ആ ആർഭാടത്തിൽ നിന്നും ലളിതമായ ഒരു ജീവിതത്തിലേക്ക് വരേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർഭാടം നമ്മെ ഏതെല്ലാം ദുഷ്കരമായ വഴികളിൽ കൊണ്ടുചെന്നെത്തിക്കും എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഈ ലേഖനത്തിൽ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആർഭാടമായി ജീവിക്കണം എന്ന കൊതിയാണ് കുട്ടികളുമൊത്ത് ഒരു ചെറുപുരയിൽ പാർത്തിരുന്ന ചെറുപ്പക്കാരനെ 5-8 കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചത് എന്ന് അയാൾ തന്നെ പറയുന്നു. അപ്പോൾ നമുക്ക് ചുറ്റുപാടുമാണ് നമ്മളുടെ കാഴ്ച എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ആർഭാടമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കും അതുപോലെ ജീവിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം വളർന്നിരിക്കുന്നു. സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഒരു ഉയർച്ച പണ്ടത്തെ സമൂഹത്തിൽ നിന്നും നമുക്കുണ്ടായിരിക്കുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണ്. അപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം തന്നെ ആർഭാടമായിട്ട് ജീവിക്കുമ്പോൾ എനിക്കും അങ്ങനെ ജീവിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഒരു ചെറുപ്പക്കാരനെ 5-8 കൊലപാതകങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ആ മനസ്സിൽ ആരെയും കൊല്ലാൻ മടിക്കാത്ത ഇരുട്ട് ഉണ്ടായിരുന്നു. ആർഭാടം ഒരു ഉന്മാദാവസ്ഥയാണ്. അപ്പോൾ അയാൾ പണത്തിന് വേണ്ടിയിട്ട് പണം എന്തിനാണ്? ആർഭാടമായിട്ട് ജീവിക്കാനാണ് പണം. അപ്പോൾ ഈ ആർഭാടപരമായിട്ട് ജീവിക്കാൻ വേണ്ടി, പണത്തിന് വേണ്ടി അയാൾ കൊലപാതകം വരെ ചെയ്തു കൂട്ടുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതെല്ലാം പണത്തിന് വേണ്ടി മാത്രമാണ്. ആളുകൾക്കോ വീടുകൾക്കോ ചരിത്രത്തിനോ ഉന്മാദം വരാം. ഉന്മാദം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. പണം നേടാനുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ. ജ്ഞാനപ്പാനകാരൻ പറഞ്ഞിട്ടുണ്ട്, 10 കിട്ടുകിൽ 100 മതിയെന്നും, 100 കിട്ടുകിൽ 1000 മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുകില ആശ്ചര്യം എന്നത്. അപ്പോൾ ആ ഒരു പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പണ്ട് മുതലേ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നാണെങ്കിൽ അത് കുറച്ച് അധികമാണെന്ന് മാത്രം. ഉന്മാദത്തിൽ ശരി മാത്രമേ ഉള്ളൂ. തെറ്റും തോൽവിയുമില്ല. അസാധ്യം എന്നൊരു വാക്കില്ല. ഉണർവും മത്സരവും ഏറിയ നമ്മുടെ സമുദായത്തിൽ അതുകൊണ്ട് ആർഭാടത്തിൻ്റെ ഉന്മാദം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പ്രവണതയാണത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെയെല്ലാം നോക്കിക്കൊണ്ട് അവരെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ, ആർഭാടമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കും അതുപോലെ ജീവിക്കണമെന്നുള്ളൊരു ചിന്തയാണ് ഇങ്ങനെ ആ ഒരു പണത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ പ്രയത്നിക്കുന്നത്. നമ്മുടെ സമുദായത്തിൽ അതുകൊണ്ട് ആർഭാടത്തിൻ്റെ ഉന്മാദം വർദ്ധിച്ചു വരുന്നു. ബെഗ്, ബോറോ ഓർ സ്റ്റീൽ എന്നതാണ് മുദ്രാവാക്യം. ബെഗ്, യാചിക്കുക. ആദ്യം യാചിച്ചു നോക്കും, പിന്നെ കടം വാങ്ങി നോക്കും. ബോറോ ഓർ സ്റ്റീൽ അല്ലെങ്കിൽ മോഷണം. ആദ്യം ചോദിക്കും, പിന്നെ കടം വാങ്ങും, അതല്ലെങ്കിൽ മോഷ്ടിക്കും. ഏത് വിധേനയും പണം സമ്പാദിക്കണമെന്ന് മാത്രമേ മനുഷ്യന്
ആഗ്രഹമുള്ളൂ. കടക്കെണിയായി, കളവും കൊള്ളയുമായി തെരുവുകളിലും രാജനീതിയിലും ഇത് പ്രത്യക്ഷപ്പെടാം. മൂലയ്ക്കായി പോകുന്ന മനുഷ്യരുടെയും രാജ്യങ്ങളുടെയും പ്രതികരണം, നിറവേറ്റാത്ത മോഹം പ്രണയത്തെപ്പോലെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മൂലയ്ക്കായി പോകുന്ന മനുഷ്യരുടെയും രാജ്യങ്ങളുടെയും പ്രതികരണം, നിറവേറ്റാത്ത മോഹം പ്രണയത്തെപ്പോലെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ നിറവേറാത്ത മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് പ്രണയത്തെപ്പോലെ അവനെ ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇല്ലാത്തവർ ചെലവാക്കി മുടിയുന്നതിനെ ഗുരുവാണ് നിരോധിച്ചത്. ആർഭാടത്തിനെതിരായ ആദ്യത്തെ നമ്മുടെ ശബ്ദം. അപ്പോൾ ലളിതമായി ജീവിക്കാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമായി കാണിച്ച മഹാന്മാരാണ് നമുക്കുള്ളത്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ഒക്കെ. അപ്പോൾ ഇല്ലാത്തവർ ചെലവാക്കി മുടിയുന്നതിനെയാണ് ശ്രീനാരായണ ഗുരു നിരോധിച്ചത്. കാരണം പണമുള്ളവൻ പണം ചിലവാക്കുന്നത് പോലെ തന്നെ അവനൊപ്പം എത്താൻ വേണ്ടി പണമില്ലാത്തവനും പ്രയത്നിക്കുന്നു. അതുകൊണ്ട് അവൻ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടി. ആരാധനയെ പോലും ഗുരു നിരാഡംബരമാക്കി. നിരാഡംബരം, ആഡംബരമില്ലാതാക്കി. അപ്പോൾ ആരാധനയെ പോലും ഗുരു നിരാഡംബരമാക്കി. എല്ലാ തരത്തിലും ലളിതമായ ജീവിതം നയിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാവങ്ങളുടെ മോഹങ്ങളെ അറിവിലേക്കും വ്യവസായത്തിലേക്കും തിരിച്ചുവിട്ടു അദ്ദേഹം. അപ്പോൾ എല്ലാവർക്കും മോഹങ്ങളുണ്ട്. അത് പണസമ്പാദനത്തിനുള്ള മോഹമല്ല, മറിച്ച് അത് അവരുടെ ആ ഒരു മോഹങ്ങൾ വളർച്ചയിലേക്ക്, അറിവിലേക്ക് അല്ലെങ്കിൽ വ്യവസായത്തിലേക്ക് തിരിച്ചുവിടാനാണ് അദ്ദേഹം പ്രയത്നിച്ചത്. അവരുടെ മോഹങ്ങളെ എങ്ങനെയും പണം സമ്പാദിക്കാനല്ല, മറിച്ച് അവരെ അറിവുണ്ടാക്കുക, അവരെ വ്യവസായത്തിലേക്കും കുറച്ച് കൂടി കർമ്മനിരതമായ ആ ഒരു പ്രവർത്തനത്തിലേക്കും തിരിച്ചുവിടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ അവർക്ക് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉള്ളവന് ആർഭാടമാകുന്നു സ്വന്തം തെളിവ്. 11 ആനയുള്ള ദൈവം ആനയില്ലാത്ത മറ്റു ദൈവങ്ങളെക്കാൾ എത്രയോ വലിയവൻ. മത്സരിക്കുന്ന പാവങ്ങൾ പതുക്കെ പാപ്പരായിത്തീരും. അപ്പോൾ ആന പിണ്ടിയിടുന്നത് പോലെ മുയൽ പിണ്ടിയിട്ട് കഴിഞ്ഞാൽ അവൻ്റെ നാശം എന്ന് പഴമൊഴിയുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ്, ഉള്ളവൻ ആർഭാടമായിട്ട് ചെലവഴിക്കും. പക്ഷേ അവനെ അനുകരിച്ച് ഇല്ലാത്തവൻ ആർഭാടമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതവൻ്റെ നാശമായിരിക്കും ഫലം. അപ്പോൾ എല്ലാവരും ചുറ്റുപാടും നോക്കുന്നത് ഇതാണ്. മറ്റുള്ളവരെങ്ങനെ ആർഭാടമായിട്ട് ജീവിക്കുന്നു എന്നാണ് അവരന്വേഷിക്കുന്നത്. ആദർശത്തിൻ്റെയും ആർഭാടത്തിനുള്ള ചെലവും മാറുകയില്ല. അവർക്കു മാത്രമായി മീനിൻ്റെ വില കുറയുകയില്ല. ആർഭാടത്തിനുള്ള ചെലവും മാറുകയില്ല. ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഊന്നുവടി കൊണ്ട് സാധാരണക്കാരൻ്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തിൽ ഒന്നിൻ്റെയും വില കുറയുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവരെ ആർഭാടത്തിനുള്ള ചെലവും അവർക്ക് കുറയുകയില്ല. ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഊന്നുവടി കൊണ്ടാണ് സാധാരണക്കാരൻ്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നത്. ആദർശവും ലാളിത്യവും, അങ്ങനെയാണ് അവൻ വലിയവനാകേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ ആഡംബരം കാണിക്കുമ്പോൾ, മറ്റുള്ളവർ പൊങ്ങച്ചം കാണിക്കുമ്പോൾ അതിനനുസരിച്ച് അവൻ പൊങ്ങച്ചം കാണിച്ച് വലിയവനാകാനല്ല ശ്രമിക്കേണ്ടത്. മറിച്ച് ആദർശം, ലാളിത്യം അത് അനുകരിച്ചുകൊണ്ട് അവൻ്റെ ആ ഒരു ഹൃദയോന്നതി അല്ലെങ്കിൽ അവൻ്റെ ഉയരം കൂട്ടാനാണ് അവൻ നോക്കേണ്ടത്. സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ധൂർത്താചാരങ്ങളെ സാമാന്യ നിലയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയൂ. ഇത് സർക്കാരിൻ്റെയോ രാഷ്ട്രീയക്കാരൻ്റെയോ തട്ടകമല്ല, ആചാരങ്ങളുടെ വൈകാരിക തലമാകുന്നു. അതുകൊണ്ടിപ്പോൾ നേതൃത്വം വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം. അപ്പോൾ ഈ ഒരു പ്രവണത മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും മാറണമെങ്കിൽ അത് സർക്കാരോ മറ്റുള്ള ആളുകളോ ശ്രമിച്ചാൽ അത് സാധ്യമാവുകയില്ല. കുറച്ച് ചിലവാക്കണം, നീ ചിലവാക്കരുത്, നീ ആർഭാടം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മനുഷ്യൻ അംഗീകരിക്കുകയില്ല. അത് സാധാരണക്കാർ പറഞ്ഞാൽ അനുസരിക്കണമെങ്കിൽ അതിന് ആ മതം പറയണം. അതാണ് സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ കർശനമായിട്ട് അവരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മറ്റുള്ള ആർക്കും അവരെ കർശനമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സമുദായ സ്ഥാപനങ്ങളാണ് അതിലേക്ക് മനുഷ്യരെ നയിക്കേണ്ടത്. ഉള്ളവൻ ഉള്ളതുപോലെ ചെലവാക്കുന്നു, അതിനനുസരിച്ച് ഇല്ലാത്തവൻ ചെയ്തു കഴിഞ്ഞാൽ അതവൻ്റെ നാശത്തിനായിരിക്കും ഫലം. അപ്പോൾ ആ ഇല്ലാത്തവൻ എങ്ങനെയെങ്കിലും പണം നേടാനാണ് ശ്രമിക്കുക.
ഏത് വിധേനയെങ്കിലും തൻ്റെ അയൽവക്കക്കാരനെ അനുകരിച്ച് പണം നേടാനാണ് ശ്രമിക്കുക. ഇതാണ് നമ്മുടെ സമുദായത്തിൻ്റെ ആ നാശത്തിലേക്കും കുറ്റകൃത്യത്തിലേക്കും എല്ലാം നയിക്കുന്നത്. പണം എങ്ങനെയും സമ്പാദിക്കണം എന്നുള്ള ആ ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയാണ് ഇതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ സമുദായ സ്ഥാപനങ്ങൾക്ക് നേതൃത്വത്തിന് തീർച്ചയായിട്ടും ഈ ഒരു ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് ലേഖകൻ പറയുന്നത്. എം.എൻ. വിജയൻ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു മനസ്ഥിതി മാറുവാൻ ഒരുപാട് മാറ്റണം. അതിന് കൂടുതൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന സമുദായ സ്ഥാപനങ്ങളാണ്. അവർക്കിതിന് സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അടുത്ത ക്ലാസ്സിലെടുക്കാം.